സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവ്, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം. ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. ആമേൻ. ഹല്ലേലൂയ. ഹോശാന എന്ന് വിളിച്ച് ആർത്തു എന്നാണ് ആമേൻ തിരുവചനത്തിൽ നാം വായിക്കുന്നത്. പ്രിയ സഭയെ, ഒരു ദിവസം യെരൂശലേമിന്റെ വഴികളിൽ ഒരു ശബ്ദം മുഴങ്ങി. ഹല്ലേലൂയ. ആമേൻ. ജനങ്ങൾ ഈത്തപ്പനയുടെ കൊമ്പുകൾ ഉയർത്തി ആമേൻ അതെ വീശിക്കൊണ്ട് ഹല്ലേലൂയ വിളിച്ചു ഹോശാന. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതൊരു വാക്ക് മാത്രമായിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. അത് രക്ഷയെ തേടിയ ഹൃദയങ്ങളുടെ നിലവിളിയായിരുന്നു. ആമേൻ. അത് പ്രത്യാശയുടെ ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം അതേ വിശ്വാസത്തോടെ, അതേ സന്തോഷത്തോടെ, അതേ സ്തുതിയോടെ ആമേൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഓ ആയുസ്സും ആരോഗ്യവും ബലവും നൽകി ഈ ഭൂമിയുടെ പരപ്പിൽ ആമേൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോകം മുഴുവൻ ആമേൻ ഹോശന്ന ഹല്ലേലൂയ ഞായറാഴ്ചയായി അനേകര് അതൊരു ആഘോഷമാക്കി മാറ്റുമ്പോൾ ഇന്ന് പകൽ ആഘോഷമല്ല, അതൊരു ആനന്ദമാണ്. ആമേൻ. അതൊരു സന്തോഷമാണ്, അതൊരു അനുഭവമാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ സന്തോഷത്തോടെ, അതേ സ്തുതിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അതുകൊണ്ട് സഭയെ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ ശബ്ദമുയർത്തി രാജാവിനെ നമുക്ക് ആ കരങ്ങളെ അടിച്ച് നന്ദിയോടെ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ശ്രുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവം. ആമേൻ. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് നാളിതുവരെ അത്ഭുതകരമായി, അതിശയകരമായി, ജയകരമായി നടത്തിയെങ്കിൽ കൊഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, ആമേൻ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആമേൻ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളികളെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അയൽപക്കക്കാരെ, നമ്മുടെ ദേശക്കാരെ, നമ്മുടെ ഭരണാധികാരിമാരെ ദൈവം സൂക്ഷിച്ചെങ്കിൽ, ദൈവം പരിപാലിച്ചെങ്കിൽ, ദൈവം വഴി നടത്തിയെങ്കിൽ ഇന്ന് പകൽ മൗനമായിരിക്കരുത്. ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ ഹോശന്ന എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ സ്വാഗതം ചെയ്യുന്ന ആ ജനത്തിന്റെ ആരവം മുഴങ്ങിയതുപോലെ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ദൈവം ചെയ്തതായ സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ഈ പകൽ ദൈവത്തെ സ്തുതിപ്പാൻ ഹല്ലേലൂയ കൃപ ലഭിച്ച ദൈവമക്കളെ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഹോശന്ന രാജാവ് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ കുരുത്തോല കൈ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ പാടിയതുപോലെ ഹല്ലേലൂയ എന്ന് പകൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഹോശന്ന രാജാവ് വരുന്നു, ഈത്തപ്പനയുടെ
കൊമ്പുകൾ ഉയരുന്നു, ജനങ്ങൾ വിളിക്കുന്നു. ഹോശന്ന രക്ഷയുടെ ശബ്ദം, പ്രത്യാശയുടെ ശബ്ദം, വിശ്വാസത്തിന്റെ ശബ്ദം. നിന്റെ ഹൃദയം തയ്യാറാണോ? രാജാവ് അടുത്തിരിക്കുന്നു, അവൻ സമാധാനം കൊണ്ടുവരുന്നു, അവൻ രക്ഷ കൊണ്ടുവരുന്നു, അവൻ പ്രതീക്ഷ കൊണ്ടുവരുന്നു. ഹോശന്ന വിളിക്കൂ, ദൈവത്തെ ആരാധിക്കൂ. ഈ ഞായറാഴ്ച നമ്മോടൊപ്പം ചേരൂ. രാവിലെ മണിക്കൂ ഹോശന്ന ഞായറാരാധന. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ ഈ കർത്താവിനെ വിളിക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ഈ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നുണ്ട്? ആമേൻ. അവൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യന. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആമേൻ, മാതാപിതാക്കളെ, കൂടപ്പിറപ്പേ, ആമേൻ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനം ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ന് പകൽ ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വന്ന് അവർ സാഹചര്യങ്ങളെ മറന്ന് ആമേൻ പ്രതികൂലങ്ങൾ അതിജീവിച്ച നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകൽ ആമേൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇന്നത്തെ ഈ വിശുദ്ധ ഞായറാഴ്ച രാവിലെ നാം ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നല്ലോ. ആമേൻ. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു യെരൂശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ ഈന്തപ്പനയുടെ കൊമ്പുകൾ എടുത്ത് ആർത്തു വിളിച്ചു. ഹല്ലേലൂയ. അതാണ് നാം വായിച്ചു കേട്ടത്. ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അതൊരു ആഘോഷം മാത്രമായിരുന്നില്ല, അത് വിശ്വാസത്തിന്റെ വിളിയായിരുന്നു. ആമേൻ. അത് രക്ഷ കാത്തിരുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളും അതേ വിശ്വാസത്തോടെ ആമേൻ കൂടി വന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയം തുറന്ന് രാജാവിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് സഭയെ നമ്മുടെ ഹൃദയത്തോടും ആമേൻ നമ്മുടെ ശബ്ദത്തോടും കൂടി ആമേൻ നമുക്ക് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ഞായറാഴ്ച രാവിലെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ മകൻ ഭാഗത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ആരാധനയിൽ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ കടന്നു വരുന്ന ഓരോ ജീവിതങ്ങളെയും ഓരോ വ്യക്തികളെയും ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. ആശങ്കയുള്ളവർക്ക് സമാധാനം നൽകണമേ. ക്ഷീണിച്ചവർക്ക് പുതിയ ശക്തി നൽകണമേ. കർത്താവേ, ഈ ആരാധന മുഴുവൻ അവിടുത്തേക്കായി സമർപ്പിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ സ്തുതിയും ആരാധനയും അവിടുത്തെ പ്രസാദമായിരിക്കട്ടെ. ആമേൻ. ഇന്ന് പകൽ രോഗികളായിരിക്കുന്നവർ, ക്ഷീണിതരായിരിക്കുന്നവർ, ഭാരത്തോടായിരിക്കുന്നവർ, ഹല്ലേലൂയ, സന്തോഷിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിപ്പാൻ ഇടയാകട്ടെ. ആദിയോടെ പരിശുദ്ധാത്മാവാം ദൈവം കൂടെ ഇരുന്ന വലിയവ ചെയ്യണമേ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ സംസാരിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ സന്തോഷിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുവാൻ ഇടയാകട്ടെ. കർത്താവേ, ഇന്ന് പകലിൽ കൂടി വന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുകയാണ്. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ അർപ്പിച്ച യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കൂടിയിരുന്ന ദൈവജനം ആരാധിക്കുന്നതോടൊപ്പം ഇന്ന് പകലിലും ആമേൻ നമുക്കും കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ
ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവരും ഇരിക്കുന്നവരും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവരുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ നാം സ്തുതിയുടെയും ആരാധനയുടെയും സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. നാം വായിച്ചു കേട്ടതുപോലെ ആ ദിവസം യെരൂശലേം മുഴുവൻ ഹോശന്ന എന്ന് വിളിച്ച പോലെ ഇന്ന് ഹല്ലേലൂയ നമുക്കും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. എല്ലാ അധരങ്ങളും തുറന്ന് ഓ നന്ദിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാ തരങ്ങളും തുറന്ന് നന്ദിയോടെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം നന്ദിയുള്ളവരായി ഓ ജീസസ്, ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി 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 രാജ, നന്ദി രാജ. നടത്തിയ വിധങ്ങൾക്കായി, നൽകിയ നന്മകൾക്കായി, നൽകിയ എല്ലാ വിടുതലുകൾക്കായി, ഉപകാരങ്ങൾക്കായി നന്ദി കർത്താവേ. മരിച്ചവരും മൗനതയിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ ജീവനോടെ ഇരുന്ന് ആരാധിപ്പാൻ തക്കവണ്ണം കൂട്ടിവരുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് ഇരു കരങ്ങളും ചേർത്തടിച്ച അതരങ്ങളെ തുറന്ന് നന്ദിയോടെ മൗനമായിരിക്കാതെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം, ദൈവം നൽകിയ നന്മകൾ കൊത്തവണ്ണം, ദൈവം നൽകിയ ആരോഗ്യത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ആ പ്രതികൂലത്തിന്റെ നടുവിലും ആ പ്രതിസന്ധിയുടെ നടുവിലും ഹല്ലേലൂയ തകർന്നു പോകാതെ നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയത. ഇന്ന് പകൽ അത് ഓർത്ത് ഓ നന്ദിയോടെ ഹല്ലേലൂയ. പ്രാണപ്രിയനേ, നിന്റെ വരവ് ഇരിക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. പ്രാണപ്രിയനേ, പ്രത്യാശകരണേ, നിന്റെ വരവ് നനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല ആഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല ആഗ്രഹം. ആയതിനാലും കൺമണിക്ക് കർത്തനെ നോക്കിടാം, സ്വർഗീയനാഥന്റെ ഇഷ്ടങ്ങൾ ചെയ്തു സ്വർപ്പുരം പൂകിടാം. ആയതിനാലും കൺമണിക്ക് കർത്തനെ നോക്കിടാം, സ്വർഗീയനാഥന്റെ ഇഷ്ടങ്ങൾ ചെയ്തു സ്വർപ്പുരം പൂകിടാം. ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്.
ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട് ഗോതമ്പ് മണി പോൽ നമ്മുടെ ജീവനം ധരിച്ചിടാം ഗോതമ്പ് മണി പോൽ നമ്മുടെ ജീവനെ ധരിച്ചിടാം ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടത ഓർത്തിടലേ. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടലേ. ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട് അന്ത്യനാളിൽ നൂറുമേനി കാഴ്ച വെച്ചിടുമ്പോ അന്ത്യനാളിൽ നൂറുമേനി കാഴ്ച വെച്ചിടുമ്പോ സ്വർഗീയ സൈന്യം ഉച്ചത്തിൽ മുഴക്കുമേ സ്വർഗീയ സൈന്യം ആർക്കുനാഥം ഉച്ചത്തിൽ മുഴക്കുമേ ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ഓ ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഗോതമ്പ് മണി പോൽ മഞ്ഞിൽ നമ്മുടെ ജീവനെ ധരിച്ചിടാം ഗോതമ്പ് മണി പോൽ മണ്ണിൽ നമ്മുടെ ജീവനെ ധരിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടലേ. ഓ ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടലേ. ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല ആഗ്രഹം നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനേ പ്രത്യാശക്കാരനെ നീ നിന്റെ വന്നിലേക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട് ഓ എന്റെ പ്രാണപ്രിയനേ പ്രത്യാശക്കാരനെ വന്നിലേക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട് ഓ ആനന്ദമേറെയുണ്ട് എനിക്ക് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല ആഗ്രഹം നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആനന്ദമേറെയുണ്ട് ഓ ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട് ആനന്ദമേറെയുണ്ട് യേശുവിനോടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട് ആയതിനാലും കൺവെൻഷൻ നീക്കി കർത്തനെ നോക്കിടാ ആയതിനാലും കൺവെൻഷൻ നീക്കി കർത്തനെ നോക്കിടാ സ്വർഗീയനാഥന്റെ ഇഷ്ടങ്ങൾ ചെയ്തു സ്വർപ്പുരം പൂകിടാ ഓ സ്വർഗീയനാഥന്റെ ഇഷ്ടങ്ങൾ ചെയ്തു സ്വർപ്പുരം പൂകിടാ ഓ ആനന്ദമേറെയുണ്ട് എത്ര പേർക്ക് ആനന്ദമുണ്ട് സന്തോഷത്തോടെ ചേർന്ന് പാടി നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഒന്നുകൂടെ ആയതിനാലും കൺവെൻഷൻ നീക്കി കർത്തനെ നോക്കിടാ
ആയതിനാലും കൺവെൻഷൻ നീക്കി കർത്തനെ നോക്കിടാം. സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. ഓ സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരം പൂകിടാം. അമ്മേ ആനന്ദമേറെയുണ്ട്, 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 എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. അമ്മേ ആനന്ദമേറെയുണ്ട്, 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 എനിക്ക് ആനന്ദമേറെയുണ്ട്. ഒരിക്കൽ കൂടെ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ഗോതമ്പ് മണി പോ മണ്ണിൽ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. ഗോതമ്പ് മണി പോ മണ്ണിൽ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓ ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടമാണോത്തിടലേ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. അന്ത്യനാളിൽ നൂറുമേനി കാഴ്ച വെച്ചിടുമ്പോൾ, അന്ത്യനാളിൽ കാഴ്ച വെച്ചിടുമ്പോൾ സ്വർഗീയ സൈന്യം ആർപ്പുനാദം ഉച്ചത്തിൽ മുഴക്കുമേ. ഓ സ്വർഗീയ സൈന്യം ആർപ്പുനാദം ഉച്ചത്തിൽ മുഴക്കുമേ. അമേ ആനന്ദമേറെയുണ്ട്, ഓ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. പ്രാണപ്രിയനേ പ്രത്യാശകാരനേ ഭാരവും നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. പ്രാണപ്രിയനേ പ്രത്യാശകരനേ ഭാരവും നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എത്ര പേർക്ക് ആനന്ദമുണ്ട്? ആ കർത്താവിനോട് കൂടെയുള്ള വാസം, ആ നിത്യതയെ കുറിച്ചുള്ള ആ പ്രത്യാശയുള്ള ദൈവജനം. ഓ ഇരു കരങ്ങളും അടിച്ചു നന്ദിയോടെ നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. അയവിരാതെ കൺമശം നീക്കി കർത്തനെ നോക്കിടാം. സ്വർഗീയ സൈന്യമാത്തുപാടി ഉച്ചത്തിൽ മുഴക്കുമേ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, ഓ യേശുവിനുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എത്ര പേർക്ക് ആനന്ദമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിന്റെ കൂടെയുള്ള വാസം ഓർക്കുമ്പോൾ. ഹല്ലേലൂയ. ആമേൻ. ആ യെരൂശലേമിന്റെ തെരുവീതിയിൽ ആമേൻ ഇതുപോലെ ഒരു ഞായറാഴ്ച കുരുത്തോലകൾ വീശിക്കൊണ്ട് ആമേൻ യഹൂദൻ കാണവേ യെരൂശലേം പുത്രിമാർ ഹോശാന ഹോശാന എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുത കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന യേശു കർത്താവിനെ അവർ സ്വീകരിക്കുന്നു. എന്ന് പകൽ എത്ര പേരെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കും? ആ യേശുവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, നന്ദി കർത്താവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
എത്തിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, എന്നുമെന്നും കൂടെയുള്ളവേ, ലോക ശൈലിയിലെനിക്കു സഹായനേകും ഗീതവുമാവേ, ലോക ശൈലിയിലെനിക്കു സഹായനേകും ഗീതവുമാവേ, ഓ നല്ല വൈദ്യനോ അമ്മേ ദിവ്യ ഔഷധാവുമൻ ആത്മസാരിയുമാവൻ തന്നെ, ഓ നല്ല വൈദ്യനോ അമ്മേ ദിവ്യ ഔഷധാവുമൻ ആത്മസാരിയുമാവൻ തന്നെ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഓ ഇന്നുമെന്നും കൂടെയുള്ളവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്കു അവകാശം ഞാനും പ്രാപിക്കാം, ഓ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്കു അവകാശം ഞാനും പ്രാപിക്കാം, ഓ ദിവ്യാത്മാവാ ശക്തിയെ ചെന്നേയും തൻ സന്നിധിയിൽ തീരുത്തേനാവേ, ഓ ദിവ്യാത്മാവാ ഓ ശക്തിയെ ചെന്നേയും തൻ സന്നിധി തീരുത്തേനാവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, എന്നുമെന്നും കൂടെയുള്ളവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഓ ഇന്നുമെന്നും സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു, സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു, എന്തോരത്ഭുതം ഈ വന്ദിവയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ, എന്തോരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, എന്നുമെന്നും കൂടെയുള്ളവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ, സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു, ഓ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു, എന്തോരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നേ, എന്തോരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ
എത്ര നല്ലവേ ആമേൻ ഇന്നും എന്നും കൂടെയുള്ളവേ സർവ സൃഷ്ടികളും ഭൂമിയിലുള്ള സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ ഓ സർവ സൃഷ്ടികളും ശക്തിയോടെ ഇരുകാലങ്ങളും മതിച്ച ശരീരങ്ങൾ ദൈവത്തെ ജീവിക്കുന്നതാണല്ല മോചിച്ചിടും പൊന്നുനാഥനേ യേശു മാറാത്തവേ യേശു സൗഖ്യം വ്യാപരിക്കുകയാണ്, വിടുതൽ വ്യാപരിക്കുകയാണ്. ഓ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവരുടെ സൗഖ്യം ആഗ്രഹിക്കുന്നവരുടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ നാമം. ഓ എന്ന് നമ്മോട് കൂടെ ഇരിക്കുന്നത് ആ നല്ല കഥാവിനെ എന്ന് പകലത്തിൽ സ്തുതിക്കുവാൻ കഴിയും. ആമേൻ. രോഗശയ്യയിൽ സഹായവൻ, രാക്കാലഗീതമായവൻ, നല്ല വൈദ്യനായവൻ, ആമേൻ, ദിവ്യ ഔഷധമായവൻ, ആത്മസഖിയായവൻ എന്ന് പകൽ ഒരു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആമേൻ. ഇന്ന് പകൽ ആമേൻ കൂടി വന്നിരിക്കുന്ന ജനത്തെ ഓർത്തുകൊണ്ട് പൊതുവില വഹിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓൺലൈനിൽ ഓഫ്ലൈനിൽ എന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും സർവകൃപാലുവായ ദൈവം എല്ലാ നിലകളിലും അനുഗ്രഹിക്കേണ്ടതിനാണ് പ്രിയ ടീച്ചറായ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ,
ഈ ഞായറാഴ്ചയുടെ പകൽക്കാലം കർത്താവെ ഞങ്ങൾ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് കൂട്ടി വരുത്തിയ കൃപയോർ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവദാസൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദാസനെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരാധനയിൽ പങ്കുചേർന്നിട്ടുള്ള കർത്താവെ, ഓൺലൈനായി ഓഫ്ലൈനായി കർത്താവെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ, ഓരോ കുടുംബങ്ങളെ ഓരോ വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വിഷയത്തിന്മേൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന കഴിയുന്നതിനുള്ളിൽ ദൈവമേ ദൈവപ്രവൃത്തി ചെയ്തെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ദേശത്തായിരിക്കുമ്പോൾ ദൈവമേ ദൈവനാമം അവരിലൂടെ മഹത്വപ്പെടുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാക്ഷികളായി നിർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഓരോ കുഞ്ഞുങ്ങൾ ദൈവമേ അപ്പാ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നാഥ. ദൈവമേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. നല്ലപോലെ എഴുതുവാൻ ദൈവമേ നല്ല ഓർമ്മശക്തി എല്ലാം കൊടുത്ത് പഠിച്ച് കർത്താവെ എക്സാം എഴുതി നല്ല പൂർണ്ണ വിജയം കരസ്ഥമാക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ പോകുന്ന സ്ഥാപനങ്ങൾ കർത്താവെ അങ്ങയുടെ സാക്ഷിയായി അവരെ നിർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗ ദുഃഖത ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവെ അങ്ങ് വചനമയച്ച് സൗഖ്യമാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവ അത്ഭുതം പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേവദാസൻ കുടുംബത്തെയോർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ല വചനങ്ങൾ, നല്ല സങ്കീർത്തനങ്ങൾ, നല്ല ഗാനങ്ങളെല്ലാം ഞങ്ങൾക്ക് ദാസൻ നൽകി തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ തളർന്നു പോകാൻ അനുവദിക്കുന്ന കർത്താവെ. രോഗം ഭാരപ്പെടുന്ന കർത്താവെ അങ്ങ് വചനമയച്ച് സൗഖ്യമാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവെ നടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും ചെറുതും വലുതുമായ ആവശ്യങ്ങൾ കർത്താവെ അങ്ങ് കൂടെ എന്ന് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. അപ്പം കർത്താവെ ഞങ്ങൾ എല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, എല്ലാ വിശുദ്ധന്മാരുടെ ആരാധനയെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടത്തെയും അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥാ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയായ സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയത്തിന്മേലും പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾക്കൊന്ന് മറുപടി അയച്ചിരിക്കുകയായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുറിച്ച് ജീവനർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, ആമേൻ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് തന്റെ മുഴുവൻ സാന്നിധ്യവുമായി ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ആനന്ദനായിട്ടുണ്ട്. എത്ര പേർക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വലിയവൻ. ആമേൻ. അവൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനാണ്. ഹല്ലേലൂയ, ആമേൻ. രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുവാനിടയായി. അവൻ യെരൂശലേമിന്റെ തിരുവേദിയിലൂടെ ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന യേശുവിനെ അവൻ വസ്ത്രങ്ങൾ ഹല്ലേലൂയ, അവൻ മരത്തിന്റെ ഇലകൾ അല്ലെ കുരുത്തോലകൾ കയ്യിലേന്തിക്കൊണ്ട് ഹോശാന പാടി. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവിനെ ഏൽക്കുകയാണ്, വരവേൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴുള്ള ആഹ്ലാദം, അല്ലെ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴുള്ള ആഹ്ലാദം. ആമേൻ. എന്നാൽ യേശുവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആ ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ ആ പ്രകടനമായിരുന്നു ആ യെരൂശലേമിന്റെ തെരുവീഥികളിൽ. ആമേൻ. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാതി ദേവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എത്ര ആനന്ദമാണ്! അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അതിന്റെ മാധുര്യം അറിയത്തുള്ളൂ. കർത്താവിന്റെ കൂടെയുള്ള വാസം. ആമേൻ. ഹല്ലേലൂയ. ഒരു ദിവസം പോലും അവന്റെ സാന്നിധ്യം
അനുഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദിനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ യേശു കർത്താവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനം ആമേൻ അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. Praise the Lord. Hallelujah. ആമേൻ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ആമേൻ. അത് ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ആമേൻ സത്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വചനം ആമേൻ. 2 വചനങ്ങളേ ഉള്ളൂ. 2 വചനം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാമത്തെ വാക്യങ്ങൾ. വേഗത്തിൽ വായിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ആമേൻ. ജീവിതങ്ങളോട് ഇടപെടട്ടെ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകലായിരിക്കുന്നുവെങ്കിൽ ഈ 2 വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 5-6 വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. ആമേൻ. അതിനുശേഷം യോഹന്നാൻ 12:3. ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായുവാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ദേശത്ത് നീതിയും ന്യായവും നടത്തും. Praise the Lord. Hallelujah. പിന്നെ അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട്. ആമേൻ. 2-ാമത്തെ വചനം. ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, കൂടപ്പിറപ്പേ, ഇന്ന് നാം വായിച്ച വചനം ഒരു സാധാരണ വാക്യമല്ല. ആമേൻ. ഇത് ദൈവം തന്റെ ആമേൻ അത് ജനത്തിന് നൽകിയ അത് പ്രതീക്ഷയുടെ വാഗ്ദാനമാണ്. Praise the Lord. Hallelujah. പ്രവാചകൻ പറയുന്നു, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കും. Praise the Lord. Hallelujah. ഈ വാക്കുകൾ പറയപ്പെട്ട സമയത്ത് നാം ഒന്ന് ചിന്തിക്കണം. അന്ന് ഇസ്രായേൽ ജനങ്ങൾ വലിയ ആത്മീയ പ്രതിസന്ധിയിലായിരുന്നു. ആമേൻ. രാജാക്കന്മാരും നേതാക്കളും ആമേൻ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയിരുന്നു. Praise the Lord. അനീതിയും ആമേൻ അക്രമവും ദേശത്ത് വർദ്ധിച്ചു. ആമേൻ. ജനങ്ങളുടെ ഹൃദയം നിരാശയിൽ നിറഞ്ഞിരുന്നു. അവർ ചോദിച്ചു, ഇനി നമ്മുടെ ഭാവി എന്താകും? Praise the Lord. ഇനി നമ്മുടെ നാളെ എന്താകും? അപ്പോൾ ദൈവം പ്രവാചകന്റെ ആമേൻ ശബ്ദത്തിൽ പ്രവാചകൻ മുഖാന്തരം ഒരു വാഗ്ദാനം നൽകി. ഇത് അവസാനമല്ല, ഞാൻ ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരു പുതിയ മുള ഉയർത്തും. ഹല്ലേലൂയ. ചരിത്രപരമായി നോക്കുമ്പോൾ ദാവീദിന്റെ രാജവംശം ആമേൻ ഹല്ലേലൂയ ആമേൻ തകർന്നു പോയതായി തോന്നി. ഹല്ലേലൂയ. അന്നത്തെ ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദാവീദിന്റെ രാജവംശം തകർന്നു പോയതായി തോന്നി. ഹല്ലേലൂയ. ഒരു മുറിഞ്ഞ വൃക്ഷം പോലെ. എന്നാൽ ദൈവം പറയുന്നു, മുറിഞ്ഞ വൃക്ഷത്തിൽ നിന്ന് പോലും ഒരു പുതിയ മുള ആമേൻ ഉയരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. അതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ ആമേൻ നമുക്ക്
നമുക്ക് അവൻ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതാണ്. മനുഷ്യൻ കാണുന്നത് അവസാനമാണ്, പക്ഷെ ദൈവം കാണുന്നത് പുതിയ തുടക്കമാണ്. ഇന്ന് നമ്മുടെ കാലഘട്ടവും അതുപോലെ തന്നെയാണ്. ലോകത്തിൽ ആശങ്കയും അനീതിയും ഭയവും നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പലരുടെ ജീവിതത്തിലും പ്രതീക്ഷ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്നും അതേ സന്ദേശം പറയുന്നു. ഹല്ലേലൂയ. നിരാശയുടെ മണ്ണിൽ പോലും ദൈവം പ്രതീക്ഷയുടെ മുളപ്പിക്കുവാൻ ഉയർപ്പിക്കുവാൻ തക്കവണ്ണമിടയാകും. ഇന്ന് ദൈവം അതേ നമ്മോട് പറയുന്നതാ, സഭയോട് പറയുന്നതാ, നിങ്ങൾ കാണുന്നത് ഇരുട്ടായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ എന്റെ പദ്ധതി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. സഭയെ നിരാശപ്പെടരുത്. ദൈവത്തിന്റെ സമയം വരുമ്പോ അവൻ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഉയർത്തുന്ന നീതിയുടെ രാജാവിലൂടെ വീണ്ടും പ്രതീക്ഷയും രക്ഷയും സമാധാനവും നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് ഈ വചനത്തിലൂടെ ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകുന്ന ദൈവിക സന്ദേശം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. യെരമ്യാ 23:5. ഹല്ലേലൂയ. ദാവീദിന് നീതിയുള്ള ഒരു മുള, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദാവീദിനു നീതിയുള്ളൊരു മുളയായവനെ കാലം വരും. ഞാൻ ദാവീദിനു നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ദാവീദിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നതാ, അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനാ. അവൻ കാട്ടിൽ കിടന്നായാലും ദൈവത്തെ ആരാധിക്കുന്നവനാ. യഹോവ എന്റെ നല്ല ഇടയനാകുന്നു എന്ന് അവൻ പറയുവാൻ ലജ്ജയില്ലാത്തവനാ. ഇന്നത്തെ തലമുറയ്ക്കോ, ഇന്നത്തെ ഭാര്യമാർക്കോ, ഇന്നത്തെ ഭർത്താക്കന്മാർക്കോ, ഇന്നത്തെ മക്കൾക്കോ എന്തില്ല? ദൈവത്തെ സ്തുതിക്കാൻ അവര് പല ഉപാധി പറയുക. കാരാഗ്രഹത്തിനകത്ത് ആമത്തിൽ കൈകാലുകൾ പൂട്ടിക്കിടക്കുമ്പോഴും അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അവർ ആരാധിക്കുമായിരുന്നു. ആമേൻ. ഇന്ന് കല്യാണം കഴിച്ച പ്രശ്നം, മക്കളുണ്ടായ പ്രശ്നം, ഹല്ലേലൂയ, ഇതൊക്കെ ആരാധനയ്ക്ക് തടസ്സം. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലാതിരുന്നപ്പം പിന്നെന്തായിരുന്നു? പരീക്ഷ, പഠിത്തം, അല്ലേ? ആരാധനയ്ക്ക് ഇതൊന്നും എന്തല്ല, തടസ്സമേ അല്ല. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനെ ഒന്നും വലുതായി എന്ത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ദാവീദിന് നീതിയുള്ള ഒരു മുള. ആമേൻ. ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ദാവീദിന് നീതിയുള്ള ഒരു മുളയെ ആയവനെ ഞാൻ എന്ത് ചെയ്യും? ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ഹല്ലേലൂയ. ഇവിടെ ഈ മുള എന്ന വാക്ക് സാധാരണ ഒരു സത്യത്തെ, അല്ലെ, സാധാരണ ഒരു സസ്യം, മുളയില്ലേ, മുള കൊണ്ടുള്ള മുറയുണ്ട്, കൊട്ടയുണ്ട്, പല, അല്ലെ, കൗശല വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ഞാൻ ഉത്ഭവിപ്പിക്കും. എന്താ? ദാവീദിന് ഒരു മുള, അല്ലെ? ആമേൻ. മുള എന്ന വാക്ക് സാധാരണ ഒരു സസ്യത്തെ മാത്രം സൂചിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ആമേൻ ഇത് പ്രതീക്ഷയുടെ പ്രതീകമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വൃക്ഷം മുറിച്ചാൽ നമുക്ക് തോന്നും അത് അവസാനിച്ചു. ആമേൻ. ഇനി അതിന് ജീവനില്ല, അല്ലെ ടീച്ചർ? നമ്മുടെ വീട്ടിലെ പ്ലാവൊക്കെ മുറിച്ച് അതിന്റെ കുറ്റിയൊക്കെ ഉണങ്ങി പോയി, എന്നാലും അതിന്റെ അപ്പുറത്തൂടെ വേറെ എന്ത് ചെയ്യും? വരുമോ? പക്ഷെ ഒരു മനുഷ്യൻ പോയതാണ്, എന്നാലും അവന്റെ തലമുറ എന്ത് ചെയ്യും?
അല്ലേ? ഹല്ലേലൂയ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വൃക്ഷത്തിന്റെ വേരിൽ നിന്ന് ഒരു ചെറിയ മുള ആമേൻ പുറത്തു വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പറയുന്നത് എന്താണ്? ആമേൻ ജീവൻ ഇപ്പോഴും അവിടെ ഉണ്ടെന്നതാണ്. ഹല്ലേലൂയ. അതേ, ചരിത്രപരമായി നോക്കുമ്പോൾ പ്രവാചകൻ ഈ വാക്കുകൾ പറഞ്ഞ സമയത്ത് ദാവീദിന്റെ രാജവംശം വളരെ ദുർബലമായിരുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ മഹത്വം നിറഞ്ഞിരുന്ന രാജവംശം ഇപ്പോൾ തകർന്നു പോയതുപോലെ തോന്നി. ആമേൻ. രാജ്യം ശക്തിയില്ലാതായി. ജനങ്ങൾ അടിമത്തത്തിലും അതേ നിരാശയിലുമായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യരുടെ കണ്ണിൽ അത് ഒരു മുറിഞ്ഞ വൃക്ഷം പോലെ ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ അത് അപ്രകാരമായിരുന്നില്ല. ആമേൻ. അത് അവസാനിച്ചിരുന്നില്ല. ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ വീണ്ടും ഒരു മുള ഉയർത്തും. ഹല്ലേലൂയ. ആമേൻ. ഇത് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മശിഹയെ കുറിച്ചുള്ള പ്രവചനമാണ്. ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരു പുതിയ രാജാവ് വരും. ആമേൻ. നീതിയുള്ളവൻ, തന്റെ ജനത്തെ രക്ഷിക്കുന്നവൻ. ആ പ്രവചനത്തിന്റെ ആമേൻ നിറവാണ് ഹല്ലേലൂയ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്ന് ആമേൻ നമുക്ക് ആമേൻ പഠിക്കുവാനായിട്ട് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സത്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ സത്യം ഇതാണ്: ദൈവം ഒരിക്കലും പ്രതീക്ഷയുടെ വാതിൽ അടയ്ക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ടീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വീട്ടില് ആമേൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് പലതും സംഭവിച്ചപ്പോ ആമേൻ നാളെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമോ എന്ന് ആമേൻ ചോദിച്ചവരുണ്ട്, ചിന്തിച്ചവരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിച്ചുമില്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ചുമില്ല. കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ രാജാവ്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഇന്നും ആ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കാരണം ദൈവം ഒരിക്കലും പ്രതീക്ഷയുടെ വാതിൽ അടയ്ക്കുന്നില്ല. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും പലർക്കും ജീവിതം മുറിഞ്ഞ വൃക്ഷം പോലെ തോന്നുന്നു. ആമേൻ. ചിലരുടെ സ്വപ്നങ്ങൾ തകർന്നിരിക്കുന്നു. ചിലരുടെ കുടുംബം പ്രശ്നങ്ങളിലാണ്. ചിലർ ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം ഇന്നും അതേ സന്ദേശം പറയുന്നു. മനുഷ്യൻ അവസാനമെന്ന് കരുതുന്ന സമയത്ത് ദൈവം പുതിയ തുടക്കം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് സഭയെ നിരാശപ്പെടരുത്. നിന്റെ ജീവിതം മുറിഞ്ഞ വൃക്ഷം പോലെ തോന്നിയാലും ദൈവം നിന്റെ ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷയുടെ മുള ഉയർത്തുവാൻ കഴിവുള്ളവനാണ്. അതാണ് ഈ വചനത്തിന്റെ ആമേൻ ദൈവിക സന്ദേശം. ഹല്ലേലൂയ. ആമേൻ. ദൈവം മരിച്ചു പോയതായി തോന്നുന്ന ആമേൻ കാര്യങ്ങളിലും പുതുജീവൻ നൽകുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. തീർന്നു പോയി എന്ന് തോന്നുന്ന, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ആമേൻ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ. ഹല്ലേലൂയ. ദാവീദിനോടുള്ള ബന്ധത്തിൽ ആമേൻ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്വീകരിക്കുന്ന, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയാലും ആമേൻ നിന്നെ കാണുന്നവർ വിധിച്ചാലും അതിനപ്പുറം പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. അതാണ് ആമേൻ ജെറമ്യ 23:5 ആമേൻ അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഹല്ലേലൂയ എന്ന് പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയത്. ആമേൻ. അതെ, അവൻ രാജാവായി വാണ് ആമേൻ ബുദ്ധിയോടെ ഹല്ലേലൂയ ദേശത്ത് ആമേൻ പ്രവർത്തിക്കും. ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഹല്ലേലൂയ. ആമേൻ. ഈ പറയപ്പെട്ട കാലഘട്ടം ആമേൻ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മളൊന്ന് ഓർക്കണം. അന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പല രാജാക്കന്മാരും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയിരുന്ന ഒരു കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അധികാരത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ഭരണചക്രം തിരിച്ച് അതിന്റെ ഫലം എന്തായെന്നറിയാമോ? രാജ്യത്ത് അനീതിയും അടിച്ചമർത്തലും വർദ്ധിച്ചു. ദൈവത്തിന്റെ ജനങ്ങൾ പോലും നീതി കാണാതെ വേദനിച്ചിരുന്ന കാലം
സമാധാനം. അത്തരം ഒരു സമയത്ത് ദൈവം ഒരു വാഗ്ദാനം നൽകി, ഞാൻ ഒരു പുതിയ രാജാവിനെ ഉയർത്തും. ഈ രാജാവ് സാധാരണ രാജാവായിരിക്കില്ല, അവൻ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന രാജാവായിരിക്കും. അവന്റെ ഭരണത്തിൽ നീതി സ്ഥാപിക്കപ്പെടും. ഹല്ലേലൂയ. അതേ ബൈബിളിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യരുടെ രാജ്യത്വം പലപ്പോഴും തകർന്നതാണ്. മനുഷ്യൻ അധികാരം കൈവശം വെച്ചാൽ പലപ്പോഴും സ്വാർത്ഥതയും അഹങ്കാരവും വളരുവാനിടയാകും. ഹല്ലേലൂയ. എന്നാൽ ദൈവം പ്രഖ്യാപിക്കുന്ന രാജ്യത്വം അതിൽ നിന്നും വ്യത്യസ്തമാണ്. ദൈവരാജ്യത്തിന്റെ സ്വഭാവം 3 കാര്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് ജ്ഞാനം. ദൈവം ഉയർത്തുന്ന രാജാവ് മനുഷ്യ ബുദ്ധിയാൽ അല്ല. ഹല്ലേലൂയ. ദൈവജ്ഞാനത്താൽ പ്രവർത്തിക്കുന്നു. അതാണ് ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത് നീതി. ദൈവത്തിന്റെ ഭരണത്തിൽ അനീതി നിലനിൽക്കില്ല. ദൈവം ദുർബലരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ. ബലഹീനരുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം കരുണയാണ്. ഹല്ലേലൂയ. അതെ, ദൈവരാജ്യം ശക്തിയുടെ രാജ്യം മാത്രമല്ല, കരുണയുടെ രാജ്യമാണ്. ഹല്ലേലൂയ. അതെ, ഒരു കണ്ണിനും കരുണ തോന്നാതിരുന്നപ്പോൾ കരുണാമയനായ കർത്താവിന്റെ കണ്ണിന് നമ്മോട് കരുണ തോന്നി. ഹല്ലേലൂയ. അതെ, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ പ്രവചനത്തിന്റെ പൂർണ്ണത യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അവൻ ലോകത്തിന്റെ രാജാവായി വന്നപ്പോൾ അധികാരത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയില്ല. ഹല്ലേലൂയ. അവൻ അധികാരത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയില്ല, സ്നേഹത്തിന്റെയും നീതിയുടെയും വഴിയാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് നമ്മുടെ കാലഘട്ടവും വലിയ വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ലോകത്ത് അനീതിയും അഴിമതിയും അനിശ്ചിതത്വവും കാണുന്നു. പലരും ചോദിക്കുന്നു, യഥാർത്ഥ നീതി എവിടെയാണ്? ഹല്ലേലൂയ. അത്തരം സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ രാജ്യത്വം വന്നെടുത്ത് നീതി സ്ഥാപിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, അതുകൊണ്ട് സഭയെ നമ്മൾ ദൈവരാജ്യത്തിന്റെ ജനങ്ങളായി ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ദൈവത്തിന്റെ നീതിയും കരുണയും പ്രതിഫലിക്കണം. കാരണം ദൈവം ഉയർത്തിയ രാജാവ് നമ്മെ പഠിപ്പിച്ചത് ഇതാണ്. ഹല്ലേലൂയ. നീതിയുടെയും സ്നേഹത്തോടെയും ഹല്ലേലൂയ ജീവിക്കുന്ന ജീവിതമാണ് ദൈവരാജ്യത്തിന്റെ അടയാളം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്രകാരം ജീവിപ്പാൻ നമുക്കിടയാകണം. വായിച്ചേ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23:6. ഹല്ലേലൂയ. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അവന്റെ കാലത്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദ രക്ഷിക്കപ്പെടും. ആമേൻ. ഇസ്രായേൽ നിർഭയമായി വസിക്കും. നിർഭയമായി വസിക്കും. ആമേൻ. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. ഹല്ലേലൂയ. മതി. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മെശിഹ രാജ്യത്തിന്റെ ഫലത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിച്ചേ: അവന്റെ കാലത്തെ യഹൂദ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ നിർഭയമായി വസിക്കും. ഈ വാക്കുകളുടെ പിന്നിലെ ചരിത്രം നാം ഓർക്കണം. അന്നത്തെ കാലത്ത് വീണ്ടും ആവർത്തിക്കട്ടെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ പലവിധ ഭീഷണികളുടെയും ആക്രമണങ്ങളുടെയും നടുവിലായിരുന്നു. ഹല്ലേലൂയ. ചുറ്റുമുള്ള രാജ്യങ്ങൾ ശക്തിയോടെ വളർന്നു. ജനങ്ങൾ ഭയത്തിലും അനിശ്ചിതത്വത്തിലും ജീവിച്ചു. അവരുടെ മനസ്സിൽ ഒരു ചോദ്യം: നമ്മുടെ രക്ഷ എവിടെ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു വാഗ്ദാനം നൽകി, ഒരു ദിവസം ഒരു രാജാവ് വരും. അവന്റെ ഭരണകാലത്ത് ജനങ്ങൾ രക്ഷയും സമാധാനവും അനുഭവിക്കും. ഹല്ലേലൂയ. രാഷ്ട്രീയ സുരക്ഷയെ കുറിച്ച് മാത്രമല്ല, ഹല്ലേലൂയ, ഇത് ആത്മീയ രക്ഷയെ കുറിച്ചാണ് ദൈവം നൽകുന്ന സന്ദേശം. രക്ഷ മനുഷ്യന്റെ ഉള്ളിലേക്കാണ് എത്തുന്നത്. ഭയത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അതേ നിരാശയിൽ നിന്ന്. ഇന്ന് നമ്മുടെ ലോകവും അതുപോലെ തന്നെയാണ്. അല്ലേ? ഹല്ലേലൂയ. യുദ്ധം, ക്ഷാമം, അല്ലേ? യുദ്ധങ്ങൾ നടക്കുന്നത് കൊണ്ട് ക്ഷാമങ്ങൾ എന്ത് ചെയ്യാം? അവിടെ ഇവിടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നു? സമാധാനം തേടുന്നു. യുദ്ധമൊന്നും ഇല്ലായിരുന്നെങ്കിൽ
ജോലിയൊക്കെ ചെയ്ത് കാശൊക്കെ കിട്ടി നമ്മുടെ ഭാഷ പറഞ്ഞ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോയ ആമേൻ ആളുകൾ ആശങ്കയിലാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആശങ്കയിലാണ്. ആമേൻ യുദ്ധം ഒരു സൈഡിൽ, മഴ, പ്രളയ, വിദേശ രാജ്യങ്ങളിൽ ശക്തമായ മഴ, ജോലിക്ക് പോകാൻ പറ്റാതെ റൂമിനകത്ത് എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കി. സ്വദേശത്ത് നിന്ന് വിദേശത്ത് പോയി ആമേൻ ജോലിക്ക് പോകാൻ പറ്റാതെ റൂമിനകത്ത് ദൈവജനം ഉണരേണ്ടിയിരിക്കുന്നു, പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ മനുഷ്യർ സമാധാനം തേടുന്നു, രാജ്യങ്ങൾ സമാധാനം വാഗ്ദാനം ചെയ്യുന്നു, അല്ലേ? ആമേൻ യുദ്ധത്തിന്റെ പ്രതിസന്ധിയിലായിരിക്കുന്ന രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യുക, ഓഫറുകൾ ചെയ്യുക, വാഗ്ദാനം ചെയ്യുക, സമാധാനം. ഹല്ലേലൂയ. ആമേൻ. അതെ, കരാറുകൾ ഉണ്ടാക്കുന്നു, ഇല്ലേ? ഇന്നത്തെ സമകാലിക സംഭവങ്ങളൊന്ന് വിലയിരുത്തിക്കേ. പല രാജ്യങ്ങൾക്ക് കരാറുകൾ എന്ത് ചെയ്യാം, യുദ്ധം അവസാനിപ്പിക്കാൻ. ഹല്ലേലൂയ. ഞങ്ങൾ കൂടെയുണ്ട്, അല്ലേ? കരാറുകൾ ആമേൻ ഉണ്ടാക്കുന്നു. ആമേൻ സുരക്ഷാ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ മനുഷ്യന്റെ ഹൃദയത്തിലെ ഭയം പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ബൈബിൾ നമ്മോട് പറയുന്ന ഇതാണ്, യഥാർത്ഥ സമാധാനം മനുഷ്യനിൽ നിന്നല്ല, അവൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. ദൈവം നൽകുന്ന സമാധാനം പുറമെയുള്ള സാഹചര്യങ്ങൾ മാത്രം മാറ്റുന്നില്ല, അത് ഹൃദയം മാറ്റുന്നു. അതുകൊണ്ടാണ് ആമേൻ വചനം പറയുന്നത്, അവർ നിർഭയമായി വസിക്കും. അത് ഭയമില്ലാത്ത ജീവിതം, ഹല്ലേലൂയ, എന്നത് ദൈവ സാന്നിധ്യത്തിന്റെ അനുഗ്രഹമാണ്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും ഈ വചനത്തിൽ ആമേൻ വലിയ സന്ദേശമുണ്ട്. ഹല്ലേലൂയ. അനിശ്ചിതത്വവും ആമേൻ ആശങ്കയും നിറഞ്ഞ ലോകത്തിൽ ആമേൻ ദൈവം തന്റെ ജനത്തോട് പറയുന്നു, ഞാൻ നിന്റെ ഭയം മാറ്റി സമാധാനം നൽകും. അതുകൊണ്ട് സഭയെ നമ്മൾ സമാധാനം പുറത്ത് അന്വേഷിക്കേണ്ടതില്ല. ആമേൻ. അതേ ദൈവ സാന്നിധ്യത്തിലാണ് യഥാർത്ഥ സമാധാനം. അതുകൊണ്ട് നാം അന്വേഷിക്കേണ്ടതെന്താ, ദൈവ സാന്നിധ്യമാണ്. നമ്മുടെ വീട്ടിനകത്ത് എന്ത് വേണം, ദൈവ സാന്നിധ്യം. നമ്മുടെ രാജ്യത്ത് എന്ത് വേണം, ദൈവ സാന്നിധ്യം വേണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം, ദൈവ സാന്നിധ്യം വേണം. നമ്മുടെ കൂട്ടായ്മയിൽ എന്ത് വേണം, ദൈവ സാന്നിധ്യം വേണം. അവിടെയാണ് യഥാർത്ഥ സമാധാനം അത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഭയം മാറുകയും പ്രത്യാശ നിറയുകയും ചെയ്യും. അതാണ് ഈ വചനത്തിലൂടെ ആമേൻ, ഈ പ്രവാചക സന്ദേശത്തിലൂടെ ആമേൻ ദൈവം നമ്മോട് പറയുന്നത്. ആമേൻ. രാജ്യത്വം വന്നെടുത്ത് രക്ഷയും സമാധാനവും സ്ഥാപിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അവനെ യഹോവ നീ നമ്മുടെ നീതി എന്ന് പറയും. ഹല്ലേലൂയ. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വളരെ ആഴമുള്ള ആത്മീയ ആമേൻ വെളിപ്പാടാണ്. അപ്പൊ നമ്മുടെ കർത്താവിനെ കുറിച്ച് ശരിയായ വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, പുറത്ത് എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ അകം കുലുങ്ങത്തില്ല. ആമേൻ. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രവാചകൻ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. അവന് യഹോവ വായിച്ചേരി, അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. നീതി എന്ന പേർ പറയും. ഹല്ലേലൂയ. ഇതൊരു പേര് മാത്രമല്ല, ഒരു ആത്മീയ സത്യത്തിന്റെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ബൈബിൾ നമ്മോട് പഠിപ്പിക്കുന്നത് ആമേൻ മനുഷ്യൻ തന്റെ സ്വന്തമായ നീതിയാൽ ദൈവത്തിന്റെ മുമ്പിൽ നിലകൊള്ളാൻ കഴിയില്ല എന്നതാണ്. മനുഷ്യന്റെ നല്ല പ്രവൃത്തികൾ പലപ്പോഴും ആമേൻ അപൂർണമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും ബലഹീനതകളും ഉണ്ടാകാം. ഹല്ലേലൂയ. അല്ലേ? 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 നമ്മുടെ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും ഒക്കെ എന്ത് ചെയ്യാം, ഉണ്ടാവാം.
Praise the Lord. Hallelujah. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ വാക്കുകൾ പറയപ്പെട്ട കാലത്ത് ആമേൻ ഇസ്രായേൽ ജനങ്ങൾ പലവിധ ആത്മീയ വീഴ്ചകളിൽ ആമേൻ അതെ അകപ്പെട്ടവരായിരുന്നു. Praise the Lord. നിയമമുണ്ടായിരുന്നെങ്കിലും അവർ അതിനെ പൂർണ്ണമായി പാലിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. Praise the Lord. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ നീതി മാത്രം മതിയാകില്ല എന്ന സത്യം അവിടെ വ്യക്തമായി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു വാഗ്ദാനം നൽകി. ആമേൻ ഒരു ദിവസം ഒരു രാജാവ് വരും. ആമേൻ അവന്റെ മുഖാന്തരം ദൈവത്തിന്റെ നീതി മനുഷ്യർക്ക് വെളിപ്പെടും. അതുകൊണ്ടാണ് അവനെ യഹോവ നമ്മുടെ നീതി എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ഈ വചന വെളിപ്പാടിൽ നാം മനസ്സിലാക്കുന്നത് ഇതാണ്. രക്ഷ മനുഷ്യന്റെ പരിശ്രമത്തിന്റെ ഫലമല്ല, അത് ദൈവത്തിന്റെ കൃപയുടെ സമ്മാനമാണ്. Praise the Lord. Hallelujah. ദൈവം മനുഷ്യനെ ആമേൻ കുറ്റപ്പെടുത്തുവാൻ മാത്രം ആഗ്രഹിക്കുന്നില്ല. അവൻ കുറ്റം ചെയ്തവനായി മാത്രം എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ആമേൻ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും ആമേൻ ഈ സന്ദേശം വളരെ പ്രാധാന്യമാണ്. കാരണം പലരും അവരുടെ ജീവിതത്തിലെ തെറ്റുകളെ ഓർത്ത് കുറ്റബോധത്തിൽ എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. അല്ലെ, ചെയ്തു പോയ അപരാധങ്ങളെ ഇങ്ങനെ അയവിറക്കി, ഇനിയിപ്പോ ജീവിച്ചിട്ടൊന്നും എന്തില്ല, കാര്യമൊന്നുമില്ല, ഇനി വരുന്നത് വെച്ച് എന്ത് ചെയ്യാം, കാണാം എന്ന് പറഞ്ഞങ്ങ് പോകുകയാണ്. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നു ദൈവം എന്നെ സ്വീകരിക്കുമോ, ഇത്രയൊക്കെ തെറ്റ് ചെയ്ത, ഇത്രയൊക്കെ പാപം ചെയ്ത എന്നെ ഇനി ദൈവം സ്വീകരിക്കുമോ? ഹല്ലേലൂയ. എന്നാൽ ഈ വചനം നമ്മോട് പറയുന്ന ഇതാണ്, ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ കൃപയാൽ നമ്മെ ഉയർത്തുന്നവനാണ്. അതുകൊണ്ട് സഭയെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ സ്വന്തം നീതിയല്ല, ദൈവത്തിന്റെ നീതിയാണ്. അവൻ നൽകുന്ന കൃപയാണ് നമ്മെ പുതുക്കുകയും ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അതാണ് ഈ വചനത്തിന്റെ ദൈവിക സന്ദേശം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ മനുഷ്യന്റെ ദുർബലതയേക്കാൾ വലിയതാണ്. അതുകൊണ്ട് അവന് യഹോവ നമ്മുടെ നീതി എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നാം സ്വയം നീതീകരിക്കുന്നവരാണ്. ആമേൻ നമ്മളെ സ്വയം ന്യായീകരിക്കുന്നവർ ആകരുത്. Praise the Lord. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചു. ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന ഇസ്രായേലിന്റെ രാജാവായ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. ഹല്ലേലൂയ. ആമേൻ. നാം പ്രവാചകനിലൂടെ കേട്ട ദൈവിക ദൂതിന്റെ ആമേൻ നിറവേറലാണ് ആമേൻ ഇവിടെ പുതിയ നിയമത്തിൽ ആമേൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ ദാവീദിന്റെ വംശത്തിൽ നിന്ന്, അല്ലെ, മുമ്പ് കണ്ടത് ഒരു പ്രവചനമായിരുന്നു, മുമ്പ് കേട്ടത് ഒരു പ്രവചനമായിരുന്നു. പ്രവാചകൻ പറഞ്ഞിരുന്നത് ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരു നീതിയുള്ള രാജാവ് വരും. ആമേൻ. ഹല്ലേലൂയ. രാജാവ് ഉയരുമെന്ന്. വർഷങ്ങൾ കടന്നുപോയി, തലമുറകൾ മാറി, എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനം മാറിപ്പോയില്ല. ആമേൻ. ദൈവം അരുളി ചെയ്തത് ആമേൻ മറന്നുപോയില്ല. ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ആ വചനം എന്ത് ചെയ്തു? ആമേൻ നിവർത്തിയായി. ഹല്ലേലൂയ. അതേ വചനത്തിൽ പറയുന്നു, ജനങ്ങൾ ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് യേശുവിനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. അന്നത്തെ യഹൂദന്മാരുടെ സംസ്കാരത്തിൽ ഈന്തപ്പനയുടെ കൊമ്പുകൾ വിജയത്തിന്റെയും അതേ സന്തോഷത്തിന്റെയും അടയാളമായിരുന്നു. ആമേൻ. ഒരു രാജാവിനെ അല്ലെങ്കിൽ വിജയിയെ വരവേൽക്കുമ്പോൾ ആമേൻ ജനങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെ, നമ്മുടെ ക്രിക്കറ്റ് താരം അല്ലെ സഞ്ജു അല്ലെ ജയിച്ചു വന്നപ്പോ നമ്മുടെ കേരളത്തിലുള്ളവര് വരവേൽക്കാനായി പോയി. അല്ലെ, ആമേൻ. കേരളത്തിനൊരു ആചാരം അല്ലെ, തമിഴ്നാടിനൊരു ആചാരമാണ്. അല്ലെ, കേരളത്തില് മാല കിട്ടുന്നു, അല്ലെ, തമിഴ്നാട്ടിൽ എന്ത് ചെയ്യും? ഒരു പുതപ്പിച്ച്, അല്ലെ. ഹല്ലേലൂയ.
സ്തോത്രം. അപ്പൊ ഓരോ നാട്ടിലും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അപ്പോ ആമേൻ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഹല്ലേലൂയ യഹൂദന്മാരുടെ ഇടയിൽ ഹല്ലേലൂയ ആമേൻ ഒരു രാജാവിനെ അല്ലെങ്കിൽ വിജയിയെ ആമേൻ വരവേൽക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആഘോഷിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ യേശുവിനെ വരവേറ്റത് സാധാരണ വരവേൽപ്പല്ല. ആമേൻ അത് രാജാവിനെ സ്വീകരിക്കുന്ന ജനങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു ഹോശന്ന, പ്രൈസ് ദി ലോർഡ്, ഹോശന്ന, ഹോശന്ന. ആമേൻ. വായിച്ചുകൊണ്ടുകൂടെ വാക്യം. ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഹോശന്ന. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹോശന്ന. ആമേൻ. ഹോശന്ന. ആമേൻ. ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഈ ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്താൽ അതിന്റെ ആ മെയിൻ ഹെഡിങ് കാണാം. എന്താ? സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാം. എന്താ അതിന്റെ അർത്ഥം? എല്ലാരും പറയുന്നു, ഞാനും പറയുന്നു. അതെ, എല്ലാരും വായിക്കുന്നു, ഞാനും വായിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. ഈ വാക്കിന്റെ അർത്ഥം കർത്താവേ രക്ഷിക്കണമേ എന്നാണ്. എന്താ? കർത്താവേ രക്ഷിക്കണമേ. ഹോശന്ന. കർത്താവേ രക്ഷിക്കണമേ എന്നതാണ്. എന്നാൽ അതൊരു അപേക്ഷ മാത്രമല്ല, പ്രത്യാശയോടെയുള്ള വിശ്വാസത്തിന്റെ വിളിയാണ്. ആമേൻ. ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ആമേൻ, ദൈവം വാഗ്ദാനം ചെയ്ത രാജാവ് എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വചന വെളിപ്പാടിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയ സത്യം ഇതാണ്: ദൈവം പറയുന്ന വാക്കുകൾ ഒരിക്കലും ശൂന്യമാകുന്നില്ല. മനുഷ്യരുടെ കണക്കിൽ സമയം വൈകിയതായി തോന്നാം, പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഓരോ വാഗ്ദത്തത്തിനും ഒരു നിർണായക സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിനും ഈ വചനത്തിൽ വലിയ സന്ദേശമുണ്ട്. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉടൻ സംഭവിക്കാത്തപ്പോൾ നമ്മൾ നിരാശപ്പെടാം. ഹല്ലേലൂയ. എന്നാൽ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വൈകിയാലും അത് നിവൃത്തിയാകാതെ പോകില്ല. ആമേൻ. അതുകൊണ്ട് സഭയെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവം തന്നെ വാക്ക് പാലിക്കുന്നവനാണ്. അവൻ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളും രക്ഷയും തന്റെ സമയത്ത് നിവർത്തിക്കും. അതാണ് ഈ വചനത്തിന്റെ ദൈവിക സന്ദേശം. ദൈവം നൽകിയ പ്രവചനങ്ങൾ ചരിത്രത്തിൽ നിവർത്തിയാകുന്നു എന്നത് അവന്റെ വിശ്വസ്തതയുടെ തെളിവാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ന് ആമേൻ ആ വചനത്തിൽ ഹല്ലേലൂയ ആമേൻ യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ ആമേൻ ഒരേ ശബ്ദത്തിൽ വിളിച്ചു ഹോശന്ന, ഹോശന്ന. ഹല്ലേലൂയ. ഈ വാക്കിന്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ആമേൻ. ഹോശന്ന എന്നത് എബ്രായ ഭാഷയിൽ നിന്നുള്ള വാക്കാണ്. അതിന്റെ അടിസ്ഥാന അർത്ഥം ആമേൻ കർത്താവേ രക്ഷിക്കണമേ എന്നതാണ്. അതുകൊണ്ട് ഇതൊരു ഘോഷം മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ബൈബിളിലെ ആരാധന പാരമ്പര്യത്തിൽ ഈ വാക്ക് പലപ്പോഴും ദൈവത്തോട് സഹായം അപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ ഉപയോഗിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അത് സന്തോഷത്തോടെയുള്ള ആരാധനയായി മാറുകയാണ്. ഹല്ലേലൂയ. അതിനാൽ ഹോശന്ന എന്ന വാക്കിൽ ആമേൻ 3 കാര്യങ്ങൾ ആമേൻ ഒന്നിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്താ ഈ 3 കാര്യം? ഹോശന്ന എന്ന വാക്കിനകത്ത് 3 കാര്യങ്ങൾ ആമേൻ ഒന്നിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. എന്താ പ്രാർത്ഥന? ദൈവത്തോട് സഹായം അപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. 2, ആമേൻ ഒരു ആരാധന, ദൈവത്തെ മഹത്വപ്പെടുത്തൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3, ഒരു പ്രതീക്ഷ. ആമേൻ, ദൈവം രക്ഷിക്കും. 1 പ്രാർത്ഥന, 2 ആരാധന, 3 പ്രതീക്ഷ. ആമേൻ. ഇതുപോലൊരു ഞായറാഴ്ച ആ കല്ലറയ്ക്കകത്ത് നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റ്. ആമേൻ. പ്രതീക്ഷ തീർന്നു എന്ന് ചിന്തിച്ചെടുത്ത് ഇതാ പ്രതീക്ഷ ഉദ്ദേശിച്ചു.
ദാവീദിന്റെ കുറ്റിയിൽ നിന്നൊരു മുള. ഇതാ യെരൂശലേമിന്റെ തെരുവേദിയിൽ കഴുത കുട്ടിയുടെ പുറത്ത് യേശു കയറി വരികയാണ്. ആമേൻ. നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ, നിങ്ങളൊന്ന് ഇമേജ് കണ്ടേ. അവർ ഒരുമിച്ച് വിളിച്ചു, ഹോശാന, ദാവീദ് പുത്രന് ഹോശാന. ഹല്ലേലൂയ. ആ ഹോശാന എന്നവർ ആർക്കുമ്പോൾ 3 കാര്യമാണ്. ഒന്നവർ പ്രാർത്ഥിക്കുന്നവർ, രണ്ടവർ ആരാധിക്കുന്നവർ, മൂന്നവർ പ്രതീക്ഷിക്കുന്നവർ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരാധനാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേർ അവനെ ആരാധിക്കും? എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നുണ്ട്, എന്റെ ആരാധനയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഓ, കരങ്ങളെ അടിച്ച നന്ദിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തൽ, ഒരു പ്രതീക്ഷ, ദൈവം രക്ഷിക്കുമെന്ന വിശ്വാസം. ചരിത്രപരമായി നോക്കുമ്പോൾ യേശുവിനെ വരവേൽക്കാൻ വന്ന ജനങ്ങൾ രാഷ്ട്രീയവും സാമൂഹികവുമായ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയവരായിരുന്നു. അവർ ഒരു രക്ഷകനെ കാത്തിരുന്നു. അതുകൊണ്ട് അവരുടെ ഹോശന എന്ന വിളി ഒരാഴമുള്ള പ്രതീക്ഷയുടെ ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ തന്റെ ദുർബലതയിൽ നിന്ന് ദൈവത്തോട് സഹായം ചോദിക്കുമ്പോൾ അതാണ് യഥാർത്ഥ ആരാധനയുടെ ആരംഭം. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും മനുഷ്യരുടെ ഹൃദയം അതേ നിലവിളിയാണ് പലരും ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിന്റെ വെല്ലുവിളികളുടെയും അനിശ്ചിതത്വത്തിന്റെയും നടുവിൽ മനുഷ്യൻ ദൈവത്തെ തേടുകയാണ്. അതുകൊണ്ട് സഭയെ, നമ്മുടെ ആരാധനയിൽ വീണ്ടും ആ ഹൃദയ സത്യമായ വിളി ഉയരേണ്ടതുണ്ട്. ഔപചാരികമായ വാക്കുകൾ മാത്രമല്ല, വിശ്വാസത്തോടെയുള്ള ഒരു ഇരമ്പുന്ന ശബ്ദത്തോടെ ഒന്ന് വിളിച്ചാട്ട് ഹോശാന. Praise the Lord. Hallelujah. കർത്താവേ, രക്ഷിക്കണമേ. Hallelujah. അത് ദൈവത്തോട് സഹായം ചോദിക്കുന്നവരുടെ ശബ്ദമാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ ആവശ്യഭാരത്തോടെ ആമേൻ അമേറ്റമായി നിലവിളിച്ചതുപോലെ ഇന്ന് പകൽ എത്ര പേർ നിലവിളിക്കും? ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. എന്റെ മകനോട് കരുണ തോന്നണമേ. എന്റെ മകളോട് കരുണ തോന്നണമേ. എന്റെ കൂടപ്പറപ്പിനോട് കരുണ തോന്നണമേ. എന്റെ രാജ്യത്തോട്, എന്റെ ദേശത്തോട്, എന്റെ ഭവന എന്റെ ജീവിതത്തോട് ഹല്ലേലൂയ മൗനമായിരിക്കാതെ ഈ ഉയർപ്പിന്റെ പുൽപ്പുലരി ഓ കരമടിച്ചു നന്ദിയോടെ ഓ റികബ ശബ്ദന തനാദികൾ കമനഗദരഗസി കർത്താവേ, രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഓ, അതോടൊപ്പം ദൈവം രക്ഷിക്കാൻ ശേഷിയുള്ളവനാണെന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും കൂടിയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയും ആരാധനയും അതെ പ്രതീക്ഷയും ഒന്നാകുമ്പോൾ മനുഷ്യന്റെ ഹൃദയം ദൈവത്തോട് അടുക്കുന്നു. അതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-6 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 12:13 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഹോശാന, ഘോഷത്തെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ആമേൻ നാം മനസ്സിലാക്കേണ്ട ആമേൻ തിരുവചനം. ആമേൻ നാം ആ വഴിപാടിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, മനസ്സിലാക്കി ദൈവത്തെ വിളിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ആഴമേറിയ സമർപ്പണത്തിലേക്ക് ആമേൻ നയിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. നാം കണ്ട വചനങ്ങൾ, നാം കേട്ട വചനങ്ങൾ, നാം വായിച്ച വചനങ്ങൾ ചരിത്രത്തിലെ ഒരു സംഭവത്തെ മാത്രം വെളിപ്പെടുത്തുന്നതല്ല, പറയുന്നതല്ല. അവ ഇന്നത്തെ ജീവിതത്തെയും സ്പർശിക്കുന്ന സന്ദേശമാണ്. ആമേൻ. പ്രവാചകൻ പറഞ്ഞത്, ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരു നീതിയുള്ള രാജാവ് വരും. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ യേശുവിനെ ഹോശന്ന എന്ന് വിളിച്ച് വരവേറ്റപ്പോൾ ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഈ വചനത്തിന്റെ സന്ദേശം അവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് ആമേൻ നമ്മുടെ ലോകത്തേക്ക് നോക്കുമ്പോൾ പലവിധ വെല്ലുവിളികൾ കാണുന്നു. സമൂഹത്തിൽ അനീതിയും അനിശ്ചിതത്വവും വർദ്ധിച്ചിരിക്കുന്നു. പലരുടെയും ഹൃദയം ഭയത്താലും ആശങ്കയാലും അത് നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ സുരക്ഷയും സമാധാനവും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ബൈബിളിലെ ഈ വചനങ്ങൾ അതേ നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവത്തിന്റെ പ്രവർത്തനം ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചതുപോലെ ഇന്നും മനുഷ്യരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജീവിതം മാറി തുടങ്ങും. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും പുതിയ പ്രത്യാശ
സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തിന്റെ ഇന്നത്തെ സന്ദേശം വളരെ വ്യക്തമാണ്. മനുഷ്യന്റെ ആശങ്കകൾക്കും ഭയങ്ങൾക്കും നടുവിൽ ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ തന്റെ നീതിയും സമാധാനവും മനുഷ്യരുടെ ജീവിതത്തിൽ സ്ഥാപിക്കുവാൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതിനാൽ സഭയെ ആമേൻ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ലോകത്തിന്റെ സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മാറുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയും പ്രത്യാശയും ധൈര്യവും ആമേൻ പുതുജീവനും ജനിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ആമേൻ ഈ വചനത്തിന്റെ ആഴങ്ങൾ. ആമേൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആമേൻ ഇന്നത്തെ അനിശ്ചിതത്വങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ പ്രവർത്തനം മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്നതായി വെളിപ്പെടുകയാ. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും. കർത്താവേ, എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും എന്റെ തലമുറകളിലും ആമേൻ എന്റെ ആമേൻ കൂടപ്പറപ്പിലും ആമേൻ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി കാണുവാൻ എന്റെ കണ്ണുകൾക്ക് ഭാഗ്യം നൽകണമേ. ആ ദൈവജനം ആമേൻ അതെ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ കേട്ട ദൈവിക ദൂതിനെ കാത്തിരുന്ന് അത് കാണുവാൻ അവരുടെ കണ്ണുകൾക്ക് ഭാഗ്യം ഉണ്ടാകുക മാത്രമല്ല, അത് കണ്ട് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഈ തലമുറയിലും ദൈവം കേൾപ്പിച്ച വാഗ്ദത്തത്തിന്റെ നിവർത്തി കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ എന്റെ ആയുസ്സിന് ആരോഗ്യത്തെ ദീർഘമാക്കുന്ന സർവശക്തനായ ദൈവത്തെ ഇന്ന് പകൽ ഇരു കരങ്ങളും ചേർത്തടിച്ച നന്ദിയോടെ ആ ബൈബിള് മടക്കി വെച്ചാട്ട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ചാട്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സ്തുതികൾക്ക് യോഗ്യൻ, അവൻ സകല മഹത്വത്തിനും യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഹല്ലേലൂയ ഒരിക്കൽ കൂടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. കാത്തിരുന്ന രാജാവിനെ കാണുവാൻ കണ്ണുകൾക്ക് ആമേൻ ഭാഗ്യം ലഭിച്ചവർ ചേർന്ന് പാടി ഹോശന ഹോശന ഹോശന. അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ തുറക്കപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ പ്രാണപ്രിയൻ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹോശന്ന രാജാവ് വരുന്നു, ഈത്തപ്പനയുടെ കൊമ്പുകൾ ഉയരുന്നു, ജനങ്ങൾ വീഴിക്കുന്നു. ഹോശന്ന രക്ഷയുടെ ശബ്ദം, പ്രത്യാശയുടെ ശബ്ദം, വിശ്വാസത്തിന്റെ ശബ്ദം. നിന്റെ ഹൃദയം തയ്യാറാണോ? രാജാവ് അടുത്തിരിക്കുന്നു, അവൻ സമാധാനം കൊണ്ടുവരുന്നു, അവൻ രക്ഷ കൊണ്ടുവരുന്നു, അവൻ പ്രതീക്ഷ കൊണ്ടുവരുന്നു. ഹോശന്ന വിളിക്കൂ, ദൈവത്തെ ആരാധിക്കൂ. ഈ ഞായറാഴ്ച നമ്മോടൊപ്പം ചേരൂ, രാവിലെ ജന്മടക്ക്. ഹോശന്ന ഞായറാരാധന. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ കഴിയും? ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹം അല്ലല്ലോ ദൈവത്തിന്റെ പദ്ധതികൾ, നമ്മുടെ ആഗ്രഹം അല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ. ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റവും നല്ല ആഗ്രഹം. ദൈവത്തിന്റെ
ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടെയുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആയതിനാലും കൺമഷം നീക്കി കർത്തരെ നോക്കിടാം. കൺമഷം നീക്കി കർത്തനെ നോക്കിടാം. സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്തു സ്വർപ്പുരമോടിടാം. സ്വർഗീയ താതന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർപ്പുരമോടിടാം. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്. എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മോട് നമ്മുടെ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. അനുസരിക്കുമ്പോൾ കഷ്ടങ്ങളോ നീളല്ലേ. ഓ ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങളോ നീളല്ലേ. ഓ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആമേൻ. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിന് ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിന് ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. അയവിരാടെ കൺമഷം നീക്കി കർത്തനെ നോക്കിടാം. സൗഖ്യസൈലമക്ക് പാടും. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. അന്ത്യനാളിൽ 100 പേർ കാഴ്ച വെച്ചിടുമ്പോൾ, അന്ത്യനാളിൽ 100 പേർ കാഴ്ച വെച്ചിടുമ്പോൾ, സ്വർഗീയ സൈന്യം ഉച്ചത്തിൽ മുഴങ്ങുമേ. ഓ സ്വർഗീയ സൈന്യം ഉച്ചത്തിൽ മുഴങ്ങുമേ. ആമേൻ. ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, ആമേൻ. ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആമേൻ. ആനന്ദമേറെയുണ്ട്. എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനേ, പ്രത്യാശകാരനേ, നിന്റെ വരവും നിലയ്ക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആമേൻ. പ്രാണപ്രിയനേ, പ്രത്യാശകാരനേ, നിന്റെ വരവും നിലയ്ക്കുമ്പോ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആമേൻ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടെയുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആമേൻ. എല്ലാവരും ദൈവത്തെ എഴുന്നേൽക്കാം. യേശുവിൻ കൂടെയുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ,
നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല ആഗ്രഹം. ഓ നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല ആഗ്രഹം. ആമേൻ. ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആമേൻ. നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആയതിനാലൻ കൺമഷം നീക്കി കത്തനെ നോക്കിടാമേൻ. ആയതിനാലൻ കൺമഷം നീക്കി കത്തനെ നോക്കിടാ. ഓ സ്വർഗീയ നാഥന്റെ ഇഷ്ടങ്ങൾ ചേർന്ന് സ്വർഗുരം. ഓ സ്വർഗീയ നാഥന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് സ്വർഗുരം പോകിടാം. ആനന്ദമേറെയുണ്ട്, ആനന്ദമേറെയുണ്ട്, നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഗോതമ്പ് മാണിപോ മണ്ണിൽ നമ്മൾ ജീവനെ ത്യജിച്ചിടാം. ഓ ഗോതമ്പ് മാണിപോ മണ്ണിൽ നമ്മുടെ ജീവനെ ത്യജിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടാമേ. ഓ ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഓർത്തിടലേ. ഓ ആനന്ദമേറെയുണ്ട്, ഓ ആനന്ദമേറെയുണ്ട്. അതെ ആനന്ദമേറെയുണ്ട്, ഓ ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. അന്ത്യനാളിൽ നൂറുമേ കാഴ്ച വെച്ചിടുമ്പോൾ, ഓ അന്ത്യനാളിൽ കാഴ്ച വെച്ചിടുമ്പോൾ ഉച്ചത്തിൽ മുഴങ്ങുമേ. ഓ സ്വർഗീയ സൈന്യം ആത്മാവായി ഉച്ചത്തിൽ മുഴങ്ങുമേ. ഓ ആനന്ദമേറെയുണ്ട്, ഓ ആനന്ദമേറെയുണ്ട്, യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ഓ ആനന്ദമേറെയുണ്ട്, എനിക്കാനന്ദമേറെയുണ്ട്, യേശുവിനോടുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്, നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ ആദിവിശിഷ്ടം സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയെത്രയോ ആദിവിശിഷ്ടം സ്നേഹമാശ്ചര്യമേ. എല്ലെങ്കിലും എന്നാകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എല്ലെങ്കിലും എന്നാകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു
കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ എന്ന് നമ്മോട് കൂടെയിരിക്കുന്ന ആ നല്ല കർത്താവിന്റെ മകനിയ സാന്നിധ്യം ഈ പകൽ അനുഭവിച്ച ദൈവമക്കൾ നന്ദിയോടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാൽ ഇന്നത്തെ ഈ ആരാധന ആമേൻ വചന ശുശ്രൂഷ ആമേൻ നമ്മുടെ ജീവിതങ്ങളെ സ്പർശിച്ചെങ്കിൽ നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെട്ടെങ്കിൽ ആമേൻ ഇന്നത്തെ ആരാധനയിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയായി ഹൃദയമായി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ രാജ്യത്തെ സ്ഥാപിക്കണമേ. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും സമാധാനം നിറയ്ക്കണം. നാം പോകുന്ന ഓരോ സ്ഥലത്തും ആമേൻ അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഓൺലൈനിൽ ഓഫ്ലൈനിൽ ആമേൻ നമ്മോടൊപ്പം ദൈവത്തെ ആരാധിച്ച ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ നാം കേട്ടതുപോലെ ദൈവം കേൾപ്പിച്ച ദൈവിക ദൂതിന്റെ നിവൃത്തി കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീരേണ്ടതിന് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിക്കേണ്ടതിന് തലമുറകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഇടയാകേണ്ടതിന് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകരെയും കൂട്ടം കേട്ട ദൈവിക ദൂതിന് നിറവേറുവാൻ കാത്തിരുന്ന ജനത്തിന് അത് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിലും ആമേൻ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുന്ന തന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Glory to God. ആശങ്കയിലായിരിക്കും, ഭീതിയിലായിരിക്കും ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ അനൂപ് ആമേൻ ഇപ്പോൾ ആമേൻ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ആമേൻ നമുക്ക് ആശീർവാദം പറഞ്ഞ് സമാധാനത്തോടെ പിരിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹമായ കർത്താവേ, ഞായറാഴ്ചയുടെ കർത്താവേ, പാൽ സമയത്ത് ഓർത്ത് പ്രാർത്ഥന താവേ, ഒരു ദിവസം കൂടി ദാനമായി തന്ന വലിയ കൃപയും ഓർത്ത് നന്ദി പറയുന്ന താവേ. അനേകം പേര് ദിവസം കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളായിരുന്നു ഓരോ നേരിടുന്ന താവേ, കോഴിതൻ കുഞ്ഞിനെ ചെരങ്കിൽ മറിച്ച് പരിപാലിക്കുന്ന പോലെ അങ്ങ് സൂക്ഷിച്ച് കൃപ ഓർത്ത് താവേ, ആ കരുതലിൽ സ്നേഹത്തെ ഓർത്ത് വീണ്ടും നന്ദി പറയുന്ന താവേ. ഹല്ലേലൂയ താവേ. പിന്നെ അനുഗ്രഹിച്ച കൃപ ഓർത്ത് നന്ദി പറയുന്ന താവേ. ഹല്ലേലൂയ. ഞായറാഴ്ച കൂടി വന്നാത്ത ഓരോ മക്കളെയും തന്നെ കരക്കരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് ചെയ്യുമാറാണമേ. ഓൺലൈനായി ഓഫ്ലൈനായ താവേ സ്വസനിലേക്ക് കടന്നു വന്ന താവേ, മക്കളെല്ലാവരും കരക്കരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താവേ. അനുഗ്രഹം വിടുതലിന് കാരണമാക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. താവേ സ്തോത്രം താവേ. മടങ്ങി പോകുമ്പോൾ താവേ ആ ശക്തി പ്രാപിച്ച് തന്നെ മടങ്ങി പോവുക അങ്ങ് ഇടയാക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. ആ ദൈവകൃപ ഓരോരുത്തരും മേലും താവേ അങ്ങ് ചൊരിയുമാറാണമെന്ന് പ്രാർത്ഥന താവേ. അഭിഷേകത്തിന്റെ കരം കത്താവേ ഓരോരുത്തരുടെ മേലും താങ്ങ് വെക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. സ്തോത്രം ഞങ്ങൾക്ക് തന്ന താവേ. നല്ല ആരാധന താവേ, നല്ല വചനങ്ങൾ നൽകി തന്നല്ലോ താവേ. ആ കൃപയോ നന്ദി പറയുന്ന താവേ. ആ കൃപ ഞങ്ങൾ പ്രാപിച്ച താവേ. അതുപോലെ മടങ്ങി പോകുമ്പോ താവേ ആ അഭിഷേകം താവേ ഞങ്ങൾ കൂടെ താവേ ഇരിക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. ആ ദൈവശക്തി താവേ ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. സ്തോത്രം. നിമിഷം ആരെങ്കിലും ലോകത്തെ ദുഃഖത്താൽ ഭാരപ്പെടുന്ന താവേ, നിമിഷം അവരെ ഓർക്കുന്നു താവേ. പൂർണ്ണമായ കത്താവ് ഒരു വിടുതൽ താവേ മേലും ചൊരിയുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. അങ്ങനെ കരം വെച്ച് തന്നെ സൗഖ്യം കൊടുത്ത് മാനിക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. ഹല്ലേലൂയ താവേ. സ്തോത്രം. മനവേദനയാൽ ദുഃഖത്താൽ ഭാരപ്പെടുന്ന താവേ വ്യക്തികളുടെ ദൈവമേതാവേ അങ്ങയുടെ ശക്തിയെ മേൽ ചൊരിയുമാറാണമേ. അങ്ങയുടെ അഭിഷേകത്താവേ മേൽ ചൊരിയുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ. ഒരു വിടുതൽ കൊടുത്ത് മാനിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ.
എക്സാമെല്ലാം കഴിഞ്ഞ് ആയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥനത്താവേ അവരെ സപ്ലിമെന്റ് വെയിറ്റ് ചെയ്യുമ്പോൾ വിജയക്കരം കരസ്ഥമാക്കുവാൻ അവരെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ അവരെ വെക്കേഷൻകാർക്കായി പോകുന്നതാവേ അങ്ങനത്താവേ കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ അവർ പോകുന്ന ഓരോ വഴികളിലും കത്താവേ സംസാരിക്കുന്ന ഓരോ വാക്കുകളും കത്താവേ അവരൊരു വിടുതലില്ലാത്ത ശബ്ദം കേൾക്കുവാൻ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥനതാവേ കത്താവേ സ്തോത്രം വലിയൊരു വിടുതൽ കാണുമ്പോൾ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ സ്തോത്രം മകളുകളായിരിക്കും പോത്താവേ സൂക്ഷിക്കും പരിപാലിക്ക് ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ ആനലിയത്താവേ സൗരത്താവേ നല്ലായിരിക്കുന്നതാവേ അല്ലെങ്കിൽ പ്രിയത്താവേ പ്രാർത്ഥിക്കുന്നതാവേ കുടുംബക്കാരുണ്ടാവേ അവരത്താവേ സ്തോത്രേവണ്ടാവേ പ്രാർത്ഥനതാവേ ഹാലലിയ യുദ്ധത്തിന്റെ സ്തുതികളായ സ്തോത്രം ഹാലലിയാവേ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹാലലിയ ദൈവമേതാവേ സ്തോത്രം അങ്ങനത്താവേ ഒരു വിടുതലാകത്താവേ സ്തോത്രം ശക്തിയാൽ ചൊരിയുമാറാ പ്രാർത്ഥനതാവേ ഹാലലിയാവേ സൂക്ഷ്മോർത്താവേ കഥ സ്നേഹത്തെ നന്ദി പറയുന്നതാവേ സ്തോത്രം പിന്നെ അവരെ നടത്തുമാറാണമേ ദൈവകൃപ കൂടിയിരിക്കുമാറാണമെന്ന് പ്രാർത്ഥനതാവേ ഒരു അനത്വം കൂടാതെ താവേ ആർക്കും ഡാക്കുമാറാണമേ കൂടിയിരിക്കും നന്ദി പറയുന്നതാവേ സ്തോത്രം ജോലി മേഖലയെല്ലാം അനുഗ്രഹിക്കുമാറാണമേ തകർന്നു പോകുന്ന ശോനി ഡയറും പ്രാർത്ഥിക്കുന്നു താവേ ഹാലലിയാവേ സ്തോത്രതാവേ പരിചയമുള്ള താവേ വ്യക്തികളുണ്ടല്ലോ താവേ നടത്താവേ സഭകളുണ്ടല്ലോ താവേ ദാസന്മാരുണ്ടല്ലോ താവേ വിശ്വാസികളുണ്ടല്ലോ താവേ ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു താവേ അനുഗ്രഹിക്കും ചെയ്യുമാറാണമേ ഹാലലിയാവേ സ്തോത്രം വലിയ ദൈവപ്രവർത്തിയെ താവേ മക്കളുടെ കൂടി ഇരിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന താവേ ഹാലലിയാത്ത എല്ലാ വിശുദ്ധരുടെ ആരെന്ന് അനുഗ്രഹിക്കുന്നുണ്ടാവേ ഈ ചെറിയ കൂട്ടത്തിലാണ് അനുഗ്രഹിക്കും ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നതാവേ ഹാലലിയ ചേർന്നത് കടന്നു വന്ന അനേകം കുടുംബങ്ങളുണ്ടല്ലോ നിമിഷം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാവേ ഹാലലിയ ദൈവം അവരെ മറക്കൊണ്ട് നന്ദി പറയുന്നതാവേ പല കാരണങ്ങൾ കൊണ്ട് പിന്തിരിഞ്ഞു പോയ അവസ്ഥയിൽ നിന്നെത്താവേ ദൈവം തുടർ സന്ദർശനം ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ ഹാലലിയാവേ മറക്കൊണ്ട് നന്ദി പറയുന്നതാവേ അവർ വാദികടി പോരാട്ടം കെട്ടിളങ്ങത്താവേ യേശുവിന്റെ നാമത്തിൽ കെട്ടിൽ കൊണ്ടുപോവാ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ ദേശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കൃപ ഞങ്ങൾക്ക് ഓരോ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നതാവേ ആയിരിക്കും ദേശത്താവേ മാനിക്കാതെ എനിക്ക് ചെയ്യുമാറാണമേ ഞങ്ങൾ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വീട് നടത്താവേ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തെ കാണുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ കാണുവാൻ കത്താവേ മൂവാം ദേശം വിടിയിക്കപ്പെടുവാൻ അനേകം കുടുംബങ്ങൾ വിടിയിക്കപ്പെടുവാൻ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ ഞങ്ങളോട് ചേർന്നതാവേ അനേകം കുടുംബങ്ങൾ ദിവസത്തിൽ കടന്നു വരുവാ അങ്ങ് ഇടയാക്കുമാറാണമേ സത്യദേവൻ ആഴ്ച അനുഭവത്തിലേക്ക് എത്താവേ മടങ്ങി വരുവാനുള്ള കൃപത്താവേ കൊടുക്കുമാറാണമേന്ന് പ്രാർത്ഥിക്കുന്നതാവേ അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും കത്താവേ യേശുവിന്റെ നാമത്തിൽ കെട്ടിൽ പൊട്ടുവാ അങ്ങ് ഇടയാക്കുമാറാണമേന്ന് പ്രാർത്ഥനത്താവേ ദേശത്തിന് വാഴിയുടെ പോരാടിക്കുന്ന എല്ലാ അന്ധകാരന്റെ കെട്ടിലും കത്താവേ ദേശം വിടിയിക്കുമാറാണമേന്ന് പ്രാർത്ഥിക്കുന്നതാവേ ദേശത്തിന് ഇടിവിൽ പ്രാർത്ഥിക്കുവാനും കത്താവേ പ്രവർത്തിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോ നൽകി തരുമാറാണമേന്ന് പ്രാർത്ഥിക്കുന്നതാവേ പിന്നെ ശക്തി ഞങ്ങൾ ഉപയോഗിക്കുമാറാണമേ വന്നുപോയിട്ട് ഇരിക്കുന്നവരായിട്ടില്ലാത്താവേ അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച് ശക്തി പ്രാപിച്ചാത്താവേ അനേകം പേർ നേടുന്നവരായി തീരുവാ നിങ്ങൾ ഓരോ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ ഓൺലൈനായി ഓഫ്ലൈനായി താവേ ഹലായിരുന്ന ശ്രമിച്ചാത്ത ഓരോ മക്കളെയും കത്താവേ ഓർക്കുന്നതാവേ ശക്തിയാലേ കൃപയെ നയിക്കുമാറാണമേ എന്ന് പ്രാർത്ഥനത്താവേ അത് ഏറിപ്പെടുന്ന ഓരോ മേഖലകളിലും കത്താവേ ഹലലിയാത്ത പോകുന്ന ഓരോ വഴികളിലും കത്താവേ ആണ് കൃപ കൂടിയിരിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ അവർ സംസാരിക്കുന്ന ഓരോ വാക്കിലും കത്താവേ അനേകം പേർക്ക് ഒരു ആശ്വാസമായി തീരുവാ വിടുതലിന് കാരണമായി തീരുവാ ഇടയാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ മനുഷ്യന് കൃപയോട് നന്ദി പറയുന്ന താവേ ഹാലലിയ ഞങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ താവേ നിമിഷം അവരെ ഓർക്കുന്ന താവേ അവരെ എങ്ങനത്തെ ശക്തിയോട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ചെയ്യുമാറാണമേ ദൈവകൃപ അവർ കൂടിയിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ ഹാലലിയ താ പിന്നെ ശക്തി പറയുന്നത് ഞങ്ങൾ ഓരോ ഉപയോഗിക്കുന്ന കൃപയോർ നന്ദി പറയുന്ന താവേ ഞങ്ങൾ കടന്നു പോകുന്ന താവേ പ്രിയാ സാന്നിധ്യം കൂടിയിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥന താവേ ഇവിടെ നടക്കുന്ന വിസ്താരം അനുഗ്രഹിച്ചൊപ്പം കത്താവേ ചെറിയ കൊടുത്ത അനുഗ്രഹിക്കോർ കത്തിലോർ നന്ദി പറയുന്ന താവേ സ്തോത്രം അത് മാനിച്ചോർ നന്ദി പറയുന്ന താവേ സ്തോത്രം താഴ്ത്തിയേൽപ്പിക്കുന്ന താവേ പിരിയാതെ സാന്തി കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ദൈവം ആമേൻ ബലപ്പെടുത്തുന്നല്ലോ. പിന്നെയും ശേഷിക്കുന്ന എക്സാം നന്നായി എഴുതി വിജയിപ്പാൻ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വിശേഷ ആമേൻ പ്രിയ അനൂപിന്റെ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. പനിയാൽ ഭാരപ്പെടുന്നല്ലോ. സൗഖ്യത്തിന്റെ കരം, വിടുതലിന്റെ കരം ആ കുഞ്ഞിന്റെ മേൽ സ്വർഗം ആമേൻ അതേ വെളിപ്പെടുത്തേണ്ടതിനായി ഹല്ലേലൂയ
ഹല്ലേലൂയ. ആമേൻ. പ്രിയ മിത്രാനിക്കായി സ്തോത്രം ചെയ്യാം. തലമുറകൾക്കായി സ്തോത്രം ചെയ്യാം. തങ്കമണി അല്ലെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂഹമേ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഷിജേ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനൂപിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഋതുമൊക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഓൺലൈനിൽ ഓഫ്ലൈനിൽ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തോമസിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവായി മനസ്സാൽ ഉടയമാവോ നരപരനെ വന്ദനിനക്കാവേ മനസ്സാൽ ഉടയമാവോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നൽകി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഹല്ലേലൂയ. കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ദൈവം അനുവദിച്ചാൽ വീണ്ടും രാത്രിയിൽ നമുക്ക് കൂട്ടായ്മയിൽ പങ്കാളികളാണ്. ഈത്തപ്പനയുടെ കൊമ്പുകൾ ഉയരുന്നു, ജനങ്ങൾ വിളിക്കുന്നു. ഹോശന്ന രക്ഷയുടെ ശബ്ദം, പ്രത്യാശയുടെ ശബ്ദം, വിശ്വാസത്തിന്റെ ശബ്ദം. നിന്റെ ഹൃദയം തയ്യാറാണോ? രാജാവ് അടുത്തിരിക്കുന്നു, അവൻ സമാധാനം കൊണ്ടുവരുന്നു, അവൻ രക്ഷ കൊണ്ടുവരുന്നു, അവൻ പ്രതീക്ഷ കൊണ്ടുവരുന്നു.